ശ്രീ ജോർജ് ജോസഫ് കൂടി ചേരുന്നു. സ്വാഗതം ജോർജ് ജോസഫ്. ഈ പ്രസംഗം അങ്ങ് കേട്ടിട്ടുണ്ട് എന്ന് കരുതുന്നു. അതായത് അഫ്സൽ ഗുരുവിനെ ന്യായീകരിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ വെൽഫെയർ പാർട്ടിയുടെ ഒരു നേതാവ് വടകരയിൽ സംസാരിച്ചിരിക്കുന്നു. അഫ്സൽ ഗുരുവിനെ ന്യായീകരിക്കുകയാണ്. നമ്മുടെ പാർലമെൻറ്റ് ബോംബ് വെച്ച് തകർക്കാൻ ശ്രമിച്ച അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആക്രമണം നടത്തിയ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളായിട്ടുള്ള അഫ്സൽ ഗുരു, UPA സർക്കാരിൻ്റെ കാലത്ത് തൂക്കിലേറ്റപ്പെട്ട ഭീകരവാദി, അദ്ദേഹത്തെ ന്യായീകരിച്ചുകൊണ്ട് നമ്മുടെ നിയമ സംവിധാനങ്ങളെല്ലാം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി രാഷ്ട്രപതിയുടെ മുമ്പിൽ പോലും ദയാഹർജി എത്തി. അതെല്ലാം തള്ളിക്കളഞ്ഞ ശേഷം ശിക്ഷാവിധി നടപ്പാക്കിയ ഒരാളെ ന്യായീകരിച്ചുകൊണ്ട് ഇങ്ങ് കേരളത്തിൽ വടകരയിൽ ഇപ്പോഴും അഫ്സൽ ഗുരുവിൻ്റെ ആരാധകർ അല്ലെങ്കിൽ അവരെ ന്യായീകരിച്ചുകൊണ്ട് നടത്തുന്ന പ്രസംഗം ശരിക്കും അതും രാഷ്ട്രവിരുദ്ധ പ്രസംഗമായി തന്നെ കണക്കാക്കേണ്ടതല്ലേ ശ്രീ ജോർജ് ജോസഫ്? അത് ശരിയാണ്. അഫ്സൽ ഗുരു ചെയ്തത് എന്താണെന്ന് നമുക്കറിയാം. കാരണം ഇന്ത്യയെ തകർക്കാൻ തന്നെയാണ് നമ്മുടെ പാർലമെന്റിനെ ആക്രമിച്ച് അവിടെ അന്ന് വെടിവെപ്പുണ്ടായി. അത് ഇന്ത്യയുടെ ഏറ്റവും കേന്ദ്രമായ നമ്മുടെ പാർലമെന്റ്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ തന്നെ ആക്രമിച്ചതാണ്. അതെന്തായാലും അദ്ദേഹത്തിനെ തൂക്കാൻ വിധിച്ചു. അത് തന്നെയല്ല, അതിനകത്ത് ഫൈനാൻസ് ചെയ്തതും അഫ്സൽ ഗുരു ആയിരുന്നു അന്ന്. അപ്പൊ ഈ അക്രമത്തിന് തയ്യാറെടുത്തവർക്ക് സാമ്പത്തിക സഹായം കൂടെ ചെയ്തു എന്നുള്ള എവിഡൻസ് കിട്ടിയിട്ടുണ്ട്. അത് സാധാരണ നമ്മൾ മറ്റുള്ള ക്യാപിറ്റൽ പണിഷ്മെന്റ് അല്ല ഇതിനകത്ത് കാണുന്നത്. ഒരു രാഷ്ട്രത്തിനെ തകർക്കാൻ തന്നെയാണ്. അതുകൊണ്ടാണ് ഹൈക്കോടതിയും സുപ്രീം കോടതിയും അതുപോലെ തന്നെ ഇന്ത്യൻ പ്രസിഡന്റ് പോലും ആ ദയാഹർജി തള്ളിക്കളയാൻ ഉണ്ടായി. അങ്ങനെയാണ് അയാളെ തൂക്കിക്കളഞ്ഞത്. നമ്മൾ അതോടനുബന്ധിച്ച് നമ്മൾ നോക്കണം, ബോംബെയിലെ 252 പേരെ ഇന്ത്യക്കാരെ കൊന്ന ബോംബെയിലെ സംഭവം നമ്മുടെ മനസ്സിലുണ്ട്. അപ്പൊ അത് ബോംബെയിലും ഡൽഹിയിലും 3-4 സെന്ററുകളിലെ ഇന്ത്യയുടെ ഇന്റഗ്രിറ്റി ഈ അഖണ്ഡത തകർക്കാനുള്ള ശ്രമം തന്നെയാണ്. അത് തീർച്ചയായിട്ടും ഏത് രാഷ്ട്രമായാലും ശരി, അങ്ങനെയുള്ളവരെ ഏത് ജാതിക്കാരായാലും ശരി, ഏത് മതക്കാരായാലും ഏത് രാഷ്ട്രീയക്കാരായാലും ഇന്ത്യയുടെ അഖണ്ഡതയ്ക്ക് പലതുകൊണ്ടേക്ക് പാര വെക്കുന്ന അല്ലെങ്കിൽ അഖണ്ഡത നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളെ തൂക്കിക്കൊല്ലാതെ വേറെ നിവൃത്തിയില്ല. അപ്പൊ അത് ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട് നമ്മള്. കാരണം നമ്മൾ ചിന്തിക്കുമ്പോൾ അയാൾ ഒന്നും ചെയ്തില്ലല്ലോ. സാമ്പത്തിക സഹായം ചെയ്തതും അതിന് വേണ്ട ഒത്താശ മുഴുവൻ ചെയ്ത അഫ്സൽ ഗുരുവാണ്. അതേസമയത്ത് അതിനകത്ത് വേറെ ചില ആൾക്കാരെ പങ്കെടുത്തിട്ട് അവരെ ആരും തൂക്കിക്കൊന്നില്ല. നമ്മൾ ക്രീമായ ആളെ തന്നെ അത് സുപ്രീം കോടതി ഫിക്സ് ചെയ്തത് അങ്ങനെയാണ്. അപ്പം അത് നമുക്ക് ഒരിക്കലും ഇന്ത്യ പോലുള്ള രാഷ്ട്രത്തിനെ ശിഥിലമാക്കാൻ ശ്രമിക്കുന്ന ഒരു ശക്തിയെ നശിപ്പിച്ചു കളയേണ്ട ആവശ്യമാണ്. അതിനെ ഇന്നും ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് അത് രാജ്യദ്രോഹം തന്നെയാണ്, സംശയമില്ല. കാരണം അതിലൊന്നും ആരും തോണ്ടണ്ടെന്നാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മുടെ രാഷ്ട്രം ഇത്രയും വർഷം നിലനിന്നത് നമ്മുടെ രാജ്യത്തിന്റെ നമ്മുടെ രാഷ്ട്രീയ പാരമ്പര്യവും നമ്മുടെ പൈതൃകവും പുരാതന കാലം മുതലേ ഇന്ത്യയുടെ ആ ശക്തി, ആത്മീയ ശക്തിയൊക്കെ തന്നെയാണ്. അത് നശിപ്പിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ ഒരു ജാതിക്കാരെ അനുവദിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അഫ്സൽ ഗുരുവിന്റെ ചെയ്ത പ്രവൃത്തിയെ ഒരിക്കലും ക്ഷമിക്കുന്നതല്ല എന്ന് സുപ്രീം കോടതിയും നമ്മുടെ അത്യുന്നത കോടതികളെല്ലാം, അതുപോലെ തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ ഇന്ത്യൻ പ്രസിഡന്റ് അവിടെ എങ്ങും ഒരു ദയ അറിയിക്കാനുള്ള ഒരു നടപടിയും എടുത്തില്ല. അത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. രാഷ്ട്രം ഭിന്നമാക്കുന്ന കാര്യത്തെപ്പറ്റി നമുക്ക് അധികം സംസാരിക്കേണ്ട. അതിനോട് കൂടി സപ്പോർട്ട് ചെയ്യുന്ന ആരുണ്ടായാലും ശരി അവർക്കെതിരായിട്ട് കേസെടുക്കേണ്ടി വരും. അതിന് യാതൊരു മാറ്റവും ഇല്ല. ആ ആളെ സപ്പോർട്ട് ചെയ്യാൻ ഇതുപോലെയുള്ള പണിഷ്മെന്റിനും ഒരു വാർത്തരായിട്ട് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ശ്രീ ജോർജ് ജോസഫ് ഇത്തരം പ്രസംഗം നടത്തുമ്പോൾ ആരെങ്കിലും പരാതി നൽകേണ്ടതുണ്ടോ, അല്ലെങ്കിൽ സ്വമേധയാ അത് കേസെടുക്കാവുന്നതല്ലേ? അതിന്റെ നിയമവശം എങ്ങനെയാണ് ശ്രീ ജോർജ് ജോസഫ്? അതാണ് ഇങ്ങനെയുള്ള കേസിന് സ്വമേധയാ കേസ് എടുക്കണം. നമ്മൾ ആരും പരാതി വേണ്ട. ഒരു പ്രസംഗം മതിയല്ലോ. ഡിജിറ്റലായിട്ട് നമുക്കിതെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. നമ്മൾ ഡിജിറ്റലായിട്ട് നമ്മളെ പറ്റി മോശമായിട്ട് പറയുന്നവരുടെ കേസ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ പറ്റിയോ ആഭ്യന്തര വകുപ്പിനെ പറ്റിയോ ഇവിടെ ആരൊക്കെ പറഞ്ഞാൽ സോമോട്ടോയുടെ കേസ് എടുക്കില്ലേ? അപ്പൊ രാഷ്ട്രത്തിനെതിരായിട്ട് ശബ്ദിച്ച, രാഷ്ട്രത്തിനെ തകർക്കാൻ ശ്രമിച്ച ഒരാളെ തൂക്കിക്കൊന്നയാളെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് ഒരിക്കലും നല്ലതല്ല. അത് തീർച്ചയായിട്ടും സോമോട്ടോ അവിടെ കേസെടുക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ രാഷ്ട്രസ്നേഹികളായ ആരെങ്കിലും ഒരു പരാതി കൊടുക്കണം. കാരണം അത് കോഗ്നിസൻസ് എടുത്തേ പറ്റുള്ളൂ. അപ്പൊ അതൊന്നും നമുക്ക് ക്ഷമിക്കാൻ കഴിയില്ല. അത് ഏത് രാഷ്ട്രീയ പാർട്ടി ഇന്ത്യ ഭരിക്കട്ടെ, ഇന്ത്യയുടെ പാരമ്പര്യം, നമ്മുടെ ശക്തി നശിപ്പിക്കുന്ന ശക്തികളെ ഉന്മൂലനം ചെയ്തേ പറ്റുള്ളൂ. അതാണ് നമ്മുടെ ഇത്രയും നാളത്തെ നേട്ടം. ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ അത്ഭുതത്തോടെ നമ്മളെ കാണുന്നതും അങ്ങനെയാണ്.